ഇന്നലെ മുതൽ മമ്മൂട്ടിയെ കുറിച്ചിട്ട് വളരെ മോശമായ രീതിയിലുള്ള തംബ്ലൈൻ ഇട്ടിട്ടും അതുപോലെ തന്നെ അദ്ദേഹത്തിനെ കുറ്റം പറഞ്ഞുകൊണ്ടും അദ്ദേഹത്തിന് ക്യാൻസർ ആണെന്ന് പറഞ്ഞുകൊണ്ടൊക്കെയുള്ള വീഡിയോ ആണ് മറുനാടൻ മലയാളി അദ്ദേഹത്തിൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, ഒരുപാട് വ്യൂവേഴ്സ് ഉള്ള ഒരു ചാനലാണ്, അത്ര സബ്സ്ക്രൈബ്സ് ഉള്ള ഒരു ചാനലാണ്. അപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ ആളുകൾക്കിടയിൽ ഈ ഒരു സാധനം സ്പ്രെഡ് ആവും എന്നുള്ളതൊക്കെ മറുനാടിന് തന്നെ സ്വയം നല്ല ബോധമുള്ള ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ ഇരിക്കുന്ന ആ ഒരു ചാനലിലൂടെ മമ്മൂക്കയെ കുറിച്ചിട്ട് ഒരു വളരെ ദയനീയമായ, നമ്മളൊക്കെ കേൾക്കുമ്പോൾ വിഷമകരമായിട്ടുള്ള ഒരു വാർത്തയാണ് അദ്ദേഹം പറഞ്ഞത്. മമ്മൂട്ടിക്ക് ക്യാൻസറിൻ്റെ ലക്ഷണം അല്ലെങ്കിൽ ക്യാൻസർ ആണ് എന്നുള്ളതാണ് അദ്ദേഹം കൊടുത്തിട്ടുള്ള റിപ്പോർട്ട്. അപ്പോൾ ആ ചാനലിൻ്റെ ഒരു ക്ലിപ്പ് ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും ഒരുവിധ ആളുകൾ അത് കണ്ടിട്ടുണ്ടാവുമെങ്കിലും കൂടിയിട്ട് ജസ്റ്റ് നമുക്കൊന്ന് കണ്ടു നോക്കാം. മമ്മൂട്ടിക്ക് എന്ത് സംഭവിച്ചു? ക്യാൻസർ ബാധിതനാണോ? ഷൂട്ടിംഗ് മുഴുവൻ നിർത്തിവെച്ചിട്ടുണ്ടോ? ഇനി അഭിനയം സാധ്യമല്ലാത്ത സാഹചര്യമുണ്ടോ? വിശദമായി തന്നെ വിഷയത്തെക്കുറിച്ച് ഞാൻ മണിക്കൂറുകൾ മെനക്കെട്ട് മെഡിക്കൽ മേഖലയിലും സിനിമാ മേഖലയിലും അന്വേഷണം നടത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ പറയട്ടെ, മമ്മൂട്ടി തൽക്കാലത്തേക്ക് ഷൂട്ടിങ്ങിന് ബ്രേക്ക് എടുത്തു എന്നത് വാസ്തവമാണ്. ഓക്കെ, എന്നിട്ട് ഇദ്ദേഹം പറയണത് ഇയാൾ മെഡിക്കൽ റിപ്പോർട്ടർമാരായിട്ടും അതുപോലെ തന്നെ സിനിമ സംബന്ധമായിട്ടുള്ള ആളുകളുമായിട്ട് ഈ ഒരു കാര്യത്തെക്കുറിച്ച് മണിക്കൂറോളം കഷ്ടപ്പെട്ട് അന്വേഷിച്ചു എന്നുള്ളതാണ്. എന്നിട്ട് ചെന്നപ്പോൾ ഇയാൾക്ക് അന്വേഷണത്തിനുള്ള റിപ്പോർട്ട് കിട്ടി എന്നുള്ളതാണ്. അതായത് ഇത്രയും വലിയൊരു പ്രശസ്തനായ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ഒരു നടൻ, ഒരു മമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തിയുടെ മെഡിക്കൽ റിപ്പോർട്ട് ഒരു സാറ്റലൈറ്റ് ചാനൽ പോലും അല്ലാത്ത ഒരു ഓൺലൈൻ മീഡിയ പോയിട്ട് ചോദിക്കുമ്പോൾ റിപ്പോർട്ട് വേഗം എടുത്തു കൊടുക്കാൻ ഇതൊക്കെ ഏറ്റവും വലിയ കള്ളത്തരാണെന്നുള്ളത് ഒറ്റ ടേക്കിൽ തന്നെ അയാളുടെ ആ ഒരു വർത്തമാനത്തിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഇനി അടുത്തുണ്ട്, കേൾക്കാം. കഴിഞ്ഞ കുറേ കാലമേ മമ്മൂട്ടി അകാരണമായി ഛർദ്ദിക്കുമായിരുന്നു. ഈ ഛർദ്ദിയെ തുടർന്ന് അമൃതയിലും ആസ്റ്ററിലും കാണിച്ചു വന്ന റിപ്പോർട്ടുകളുണ്ട്. മമ്മൂട്ടിയുമായി ബന്ധമുള്ള ചിലരോട് പറഞ്ഞ് അമൃതയിൽ കാണിച്ചതാണ്. അതേസമയം അടുത്ത ബന്ധമുള്ള മറ്റു ചിലർ പറഞ്ഞത് ആസ്റ്ററിൽ കാണിച്ചതാണ്. പരിശോധനയിൽ മമ്മൂട്ടിക്ക് ക്യാൻസറിന്റെ ലക്ഷണം തുടക്കം ഉള്ളതായി കണ്ടെത്തി. കുടലിനാണ് ചെറിയ ക്യാൻസർ ബാധിച്ചിരിക്കുന്നത്. അത് ഗൗരവമായ ഒരു സ്റ്റേജിലെ അല്ല, ഒന്നാമത്തെ സ്റ്റേജ്. തുടർന്ന് ചെന്നൈ. അദ്ദേഹം പറയുന്നത് മമ്മൂട്ടിക്ക് ക്യാൻസർ ആണ്. കുറച്ച് നാൾ മുന്നേ ഷൂട്ടിംഗ് നിർത്തിവെച്ചു. ദുൽഖർ സൽമാനും അദ്ദേഹത്തിന്റെ ഷൂട്ടിങ്ങും നിർത്തിവെച്ചിട്ട് എല്ലാവരും കൂടി ചെന്നൈ ഹോസ്പിറ്റലിലാണ് എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. ഇതിൽ കൃത്യമായ ഒരു കാര്യം എന്താണെന്നുള്ളത്, മമ്മൂട്ടി കമ്പനിയിൽ നിന്നൊരു വ്യക്തിയോ അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ ഒഫീഷ്യലായിട്ടുള്ള ഏതെങ്കിലും സ്റ്റാഫുകളോ ആരും തന്നെ ഇതിനെ കുറിച്ചിട്ട് ഒരു റിപ്പോർട്ടോ എവിടെയും ഇടാത്തോളം നേരം നമ്മൾക്ക് ആർക്കും ഇത് സത്യമാണോ, ഈ മറുനാടൻ പറഞ്ഞിട്ടുള്ള ഈ ഒരു കാര്യം സത്യമാണോ എന്നുള്ളത് വിശ്വസിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇനി അഥവാ വിശ്വസിച്ചവരാണെങ്കിൽ അത് മണ്ടന്മാരാണെന്നുള്ള ഞാൻ പറയുള്ളൂ. കാരണം ഒരു കാര്യത്തിനൊരു വ്യക്തത ഇല്ലാതെ നമ്മൾ വേറൊരു വ്യക്തി പറഞ്ഞുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അതിനെ വിശ്വസിക്കുമ്പോൾ നമ്മളിലുള്ള ഇഷ്ടമാണ് ശരിക്കും അതിനെ വിശ്വസിക്കപ്പെട്ടു പോകുന്നത്. കാരണം മമ്മൂക്ക എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ മമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തിയോട് ഒരുപാട് പേർക്ക് മനസ്സുകൊണ്ട് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള അല്ലെങ്കിൽ അടുപ്പമായിട്ടുള്ള ഒരു ആളാണ്. അപ്പോൾ ഇത്രയും പേർക്ക് ഇഷ്ടമുള്ള ഒരാളെ കുറിച്ചിട്ട് അദ്ദേഹത്തിന് പെട്ടെന്ന് വയ്യ എന്ന് പറയുമ്പോൾ എല്ലാവരും അത് ഉൾക്കൊള്ളും എന്നുള്ളതാണ്. അതിൻ്റെ സത്യാവസ്ഥയേക്കാൾ കൂടുതൽ അത് ചിന്തിച്ചു പോകുന്നത് അദ്ദേഹത്തിനോടുള്ള ഇഷ്ടം കൊണ്ട് ഇത് കേൾക്കുമ്പോൾ തന്നെ ശരീരം തളരുക അല്ലെങ്കിൽ അദ്ദേഹത്തിനോടുള്ള ഇഷ്ടം കൊണ്ട് പല കാരണങ്ങളും സംഭവിക്കാം എന്നുള്ളത് വരെ എടുത്തു പറയുകയാണ്. ഇപ്പോൾ മമ്മൂട്ടി ഹോസ്പിറ്റലിലാണ്. അല്ലെങ്കിൽ ഈ ഒരു കാര്യം കൂടുതലായിട്ട് ഒഫീഷ്യൽ പേജുകളിലൂടെയൊക്കെ മറ്റുള്ള റിപ്പോർട്ടുകളിലൂടെയൊക്കെ അറിയാൻ കഴിഞ്ഞത് അദ്ദേഹം വേറൊരു സിനിമയുടെ ഷൂട്ടിങ്ങിൽ നോമ്പ് ടൈമാണ്. അപ്പോൾ ഫുഡും കാര്യങ്ങളൊന്നും ക്ലിയർ ആയിട്ട് കഴിക്കാത്തത് കൊണ്ട് തന്നെ എന്നിട്ടും അദ്ദേഹം ഷൂട്ടിംഗ് ചെയ്തപ്പോൾ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതയിൽ ശ്വാസം മുട്ട് അദ്ദേഹത്തിന് നേരിട്ടു. അല്ലെങ്കിൽ പല ലൊക്കേഷനിലും പോയപ്പോൾ ക്ലൈമറ്റ് പറ്റാതെ തന്നെ അദ്ദേഹത്തിന് ബ്രീത്തിന് തടസ്സം വന്നു എന്നുള്ളതാണ്. അതിലൂടെ അദ്ദേഹം ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. റെസ്റ്റ് എടുത്തിട്ടാണ് ഇനി ഷൂട്ടിങ്ങിലേക്ക് വരുള്ളൂ എന്നുള്ള റിപ്പോർട്ടുകളാണ് ശരിക്കും അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതും മീഡിയയിലൂടെ തന്നെയാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. പിന്നെ ഒരാൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ട്, മമ്മൂട്ടിക്ക് ക്യാൻസറിൻ്റെ ലക്ഷണം കണ്ടു, കുടലിൽ ക്യാൻസർ ആണെന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ പോസ്റ്റ് ചെയ്ത വ്യക്തിക്ക് എവിടെ നിന്ന് ഈ റിപ്പോർട്ട് കിട്ടി എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. നമ്മൾ പല ആളുകളും വിശ്വസിക്കാത്ത, അതായത് നമ്മൾ പല ആളുകളും ഒരു കാര്യം കേട്ട ഉടനെ നമ്മൾ ചിലപ്പോൾ വിശ്വസിച്ച് പോകുന്നത് അത് അയാളോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണെന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ അറിയാതെ ഇതിൻ്റെ കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകാൻ യാതൊരു കാരണവശാലും അത് മുന്നോട്ട് പോവുകയും അതുപോലെ തന്നെ ഇതിനെ വിശ്വസിക്കരുത് എന്നുള്ളതാണ് നമ്മുടെ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു വരുന്നത്. എന്തായാലും മമ്മൂക്ക എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചു വരും. ഇപ്പോൾ ഹോസ്പിറ്റലിലാണെങ്കിൽ കൂടി എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചു വരും. അദ്ദേഹത്തിന് യാതൊരു കുഴപ്പമില്ല. ബസൂക്ക എന്ന് പറയുന്ന സിനിമ ഇനി തിയേറ്ററുകളിലേക്ക് വരാൻ പോവുകയാണ്. പിന്നെ മറുനാടൻ മലയാളി എന്ന് പറയുന്ന വ്യക്തിക്ക് പൊതുവേ മമ്മൂട്ടിയോട് ചെറിയൊരു ചൊറിച്ചിലുണ്ട് എന്നുള്ളത് നമുക്ക് മുന്നേ അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. അദ്ദേഹം ടർബോ എന്ന് പറയുന്ന സിനിമ വന്നപ്പോൾ തന്നെ പല കാര്യങ്ങളിലൂടെയും അദ്ദേഹത്തിനെ താഴിക്കെട്ടാനൊക്കെ നോക്കി സിനിമ നഷ്ടത്തിലാണെന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്തായാലും ഇതൊക്കെ ഫേക്ക് ആണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.
ഓക്കെ, അടുത്ത നല്ലൊരു വീഡിയോയിലൂടെ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ കൂടുതലായിട്ട് മമ്മൂക്കയെക്കുറിച്ചുള്ള നല്ല നല്ല കാര്യങ്ങൾ അറിയാൻ എത്രയും പെട്ടെന്ന് തന്നെ എല്ലാവർക്കും സാധിക്കട്ടെ എന്നുള്ളത് കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഈ വീഡിയോ നിർത്തുന്നു.